എൻ്റെ എല്ലാ കർഷക സുഹൃത്തുക്കൾക്കും വിളവ് നക്ഷത്രം ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ കുറ്റിക്കുരുമുളക് കൃഷിക്കായിട്ട് എങ്ങനെയാണ് ഒരു തൈ റെഡിയാക്കി എടുക്കുക എന്നതാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. കുരുമുളക് ചെടിയിൽ നിന്ന് നമ്മൾ ഈ കുറ്റിക്കുരുമുളക് റെഡിയാക്കാൻ വേണ്ടി എങ്ങനെയുള്ള ബ്രാഞ്ചസ് ആണ് സെലക്ട് ചെയ്യേണ്ടത്, അതെങ്ങനെയാണ് ഫസ്റ്റ് ഗ്രോ ബാഗിലേക്ക് നിറയ്ക്കേണ്ടത്, അതിന് വേണ്ട കാര്യങ്ങൾ എന്തൊക്കെ വേണമെന്നുള്ളത് എന്ന് തുടങ്ങി ഒരു 4.5 മാസം വരെയുള്ള അതിൻ്റെ ഗ്രോത്ത് വരെ ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നമ്മളെ വീഡിയോ മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കണം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കുറ്റിക്കുരുമുളകിന് വേണ്ടിയുള്ള ബ്രാഞ്ചസ് നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ്. നമ്മൾ ഇതിന് വേണ്ടിയുള്ള ബ്രാഞ്ചസ് എടുക്കേണ്ടത് എപ്പോഴും അതിൻ്റെ മദർ പ്ലാന്റിന് ഒരു 10-12 വർഷമെങ്കിലും പഴക്കമുള്ള മദർ പ്ലാന്റിൽ നിന്ന് എടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത് കേട്ടോ. നമ്മളുടെ ഈ ചെടിയിൽ ഈ മരത്തോട് ചേർന്ന് ഇങ്ങനെ കയറിപ്പോകുന്ന ഈ പാർട്ടിന് നമ്മൾ കയറുതല എന്നാണ് പറയുന്നത്, ക്ലൈമ്പിംഗ് പാർട്ട്. ഇത് നമ്മൾ ഒരിക്കലും നമ്മുടെ കുറ്റിക്കുരുമുളകിന് വേണ്ടി എടുക്കരുത്. കാരണം ഇങ്ങനെയുള്ളത് നമ്മളെടുത്ത് മൂട് പിടിപ്പിച്ചാലും അതെപ്പോഴും ഇങ്ങനെ ക്ലൈംബ് ചെയ്ത് പോകാൻ വേണ്ടിയുള്ള ഒരു ടെൻഡൻസിയാണ് അതിനുള്ളത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നിന്ന് പൊട്ടി വരുന്ന ഈ ബ്രാഞ്ചസ് ഉണ്ടല്ലോ, ഇങ്ങനെ വരുന്ന ബ്രാഞ്ചസ്, ഇങ്ങനെയുള്ള ബ്രാഞ്ചസാണ് നമ്മൾ ഈ കുറ്റിക്കുരുമുളക് കൃഷിക്ക് വേണ്ടി സെലക്ട് ചെയ്യേണ്ടത്. അപ്പം ഇങ്ങനെയുള്ള ഈ ബ്രാഞ്ചസിൽ ഒരു 3-4 മുട്ട് താഴെ നിന്ന് വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാൻ. ഇപ്പം ഞാനിതാ ഈ ബ്രാഞ്ചിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പോവുകയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ബ്രാഞ്ചസ് കട്ട് ചെയ്യണം കേട്ടോ. നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴുണ്ടല്ലോ നമുക്ക് കൂടുതൽ കുറച്ച് വിവരമുള്ള ആൾക്കാരോട് ചോദിച്ചിട്ട് വേണം എല്ലാ കാര്യവും ചെയ്യാൻ. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഗുരുവാണിത്, എന്താ പറയുക, ബെസ്റ്റ് കുരുമുളക് കർഷകനുള്ള അവാർഡ് വാങ്ങിച്ച എൻ്റെ മാമനാണ് കേട്ടോ. അദ്ദേഹമാണ് നമുക്ക് ഇതെല്ലാം പഠിപ്പിച്ച് തരുന്നതും എല്ലാം ചെയ്യുന്നതും ഒക്കെ കേട്ടോ. അങ്ങനെ നമ്മളെ ബ്രാഞ്ചസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തൈ നടാൻ വേണ്ടിയുള്ള നമ്മൾ ബ്രാഞ്ച് നമ്മളിപ്പോൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. രണ്ടെണ്ണം ഇപ്പം ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത് കേട്ടോ. പിന്നെ അതിന് വേണ്ട സാധനങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഒന്ന് എടുത്ത് വെച്ചിരിക്കുന്നത് നമ്മുടെ മണ്ണാണ്, ഒന്ന് മണ്ണ്, ഇതൊന്ന് മണലാണ് കേട്ടോ, തരിമണൽ, ചാണകപ്പൊടി. അത്രയാണ് നമ്മൾ മെയിനായിട്ട് വേണ്ട കാര്യങ്ങൾ. പിന്നെ ഇത് ആലോവേരയാണ്. ഏതെങ്കിലും റൂട്ടി ഹോർമോൺ നമ്മൾ ഇതിനു വേണ്ടി എടുക്കാറുണ്ട്. ചിലർ തേൻ എടുക്കും, ചിലർ ഇതുപോലെ ആലോവേരയുടെ ജെൽ എടുക്കാറുണ്ട്, ചിലർ ചിരട്ടക്കരി എടുക്കാറുണ്ട്. അതൊന്നും അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തുനിന്ന് റൂട്ടി ഹോർമോൺ നമുക്ക് വാങ്ങിക്കാനും കിട്ടും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. ആലോവേരയുടെ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതാവും കേട്ടോ ഏറ്റവും ബെസ്റ്റ്. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമുക്കിത് റെഡിയാക്കാൻ വേണ്ടി വേണ്ടത് കേട്ടോ. പിന്നെ നമ്മൾ ഫസ്റ്റ് നമ്മളിതാ ഈ വലുപ്പത്തിലുള്ള കവറിലാണ് ഫസ്റ്റ് ഇത് നടുന്നത് കേട്ടോ. കണ്ടോ, ഇതിൻ്റെ വലുപ്പം കണ്ടോ. ഇത് നമ്മൾ വേര് പിടിച്ച് കിട്ടുന്നിടം വരെ, അതായത് വേര് പിടിച്ച് ഒരു ചെറിയ ബ്രാഞ്ചസ് ഒക്കെ വരാൻ വേണ്ടി, പുതിയതായിട്ടുള്ള ബ്രാഞ്ചസ് വരാൻ വേണ്ടി ഒരു 1.5-2 മാസം എടുക്കും. പുതിയ വേര് വന്ന് ബ്രാഞ്ചസ് വരാൻ വേണ്ടി അത്രയും നാളെടുക്കും. അത്രയും നാൾ നമുക്കിതാ ഈ ബാഗിൽ നമുക്ക് സൂക്ഷിച്ചാൽ മതി. അതുവരെ നമുക്ക് ഇതിനകത്ത് നമുക്ക് ചെയ്താൽ മതി. അപ്പം നമുക്കത് നിറച്ചു കൊടുക്കാമേ. പിന്നെ നമ്മൾ എടുത്തിരിക്കുന്ന ഈ മണ്ണെന്ന് പറയുന്നത് നമ്മൾ pH ഒക്കെ റെഡിയാക്കി, അതായത് കുമ്മായി വിട്ട് ട്രീറ്റ് ചെയ്ത മണ്ണാണ് എടുത്തേക്കുന്നത്. അതുപോലെ ഞാൻ എടുത്തേക്കുന്ന ചാണകപ്പൊടി എന്ന് പറയുന്നത് ട്രൈക്കോഡർമ ഇട്ട് സമ്പുഷ്ടീകരിച്ച ചാണകപ്പൊടിയാണ് നമ്മൾ എടുത്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് ഞാൻ മെയിനായിട്ട് പറയുകയാണ്, കാരണം നമ്മളിത് വെച്ച് കൊടുത്തിട്ട് ഇതൊരിക്കലും നമുക്ക് പാഴിപ്പോകരുത്. അത് റെഡിയായിട്ട് കിട്ടണം. അതുകൊണ്ട് നമ്മൾ ചെയ്യുമ്പോൾ മാക്സിമം വൃത്തിയായിട്ട് നീറ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ നമുക്കിത് 3 കൂടെ മിക്സ് ചെയ്ത് കൊടുക്കാം. 2:1:1 അതാണ് നമ്മൾ എടുത്തേക്കുന്ന റേഷ്യോ കേട്ടോ. ഇപ്പോൾ 2 പിടി മണ്ണാണെങ്കിൽ 1 പിടി മണലും 1 പിടി ചാണകപ്പൊടി, ഇതാണ് നമ്മൾ എടുത്തേക്കുന്ന അളവ്. അപ്പോൾ നമ്മൾ നന്നായിട്ട് ഇത് മിക്സ് ചെയ്തിട്ടുണ്ട് 3 കൂടെ. ഇനി നമുക്ക് നമ്മുടെ ഗ്രോ ബാഗിലേക്ക് ഇത് നിറച്ച് കൊടുക്കാം. പിന്നെ നമ്മൾ ഗ്രോ ബാഗ് ചൂസ് ചെയ്യുമ്പോൾ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോണം, ഈ ട്രാൻസ്പെയറൻ്റ് ആയിട്ടുള്ള കവർ കിട്ടും, വൈറ്റ് കേട്ടോ. അതാകുമ്പോൾ നമുക്കുള്ള ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റൂട്ടൊക്കെ വരുന്നത് നമുക്ക് ശരിക്കും കാണാൻ പറ്റും. ഞാനിപ്പോൾ ഈ ബ്ലാക്ക് ഇതിലാണ് ചെയ്തേക്കുന്നത്, മുമ്പോട്ടും അങ്ങനെ കൊടുത്തേക്കുന്നത്. പക്ഷേ നിങ്ങൾ ചെയ്യുന്നവരുണ്ടെങ്കിൽ വൈറ്റ് കളറുള്ള കവർ, ട്രാൻസ്പെയറൻറ്റ് കവർ വേണം കേട്ടോ ഇതിന് ചൂസ് ചെയ്യാൻ. ഈ വലുപ്പത്തിലുള്ള കവർ കിട്ടും, അത് വേണം ചൂസ് ചെയ്യാൻ. അതിനകത്താകുമ്പോൾ നമുക്ക് അതിൻ്റെ പ്രോഗ്രസ് കറക്റ്റായിട്ട് നോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്കുണ്ടല്ലോ ഈ ലീഫ് നമുക്ക് വെക്കേണ്ട കാര്യമില്ല കേട്ടോ. ലീഫ് നമുക്ക് കട്ട് ചെയ്ത് കളയാം. മൊത്തമായിട്ട് വേണ്ട, ഒരു കുറച്ച് നമുക്ക് വെച്ചേക്കണം. കാരണം നമ്മളെ ജലാംശം നമുക്ക് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി നമ്മൾ ലീഫ് കട്ട് ചെയ്ത് കളയാം. ഇത്രയും വെച്ചാൽ മതി കേട്ടോ നമ്മുടെ ലീഫ്. ഇത് നമുക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. പിന്നെ അതിന് മുമ്പായിട്ട് നമുക്ക് നമ്മുടെ ആലോവേരയുടെ, നമ്മൾ റൂട്ടി ഹോർമോണായിട്ട് യൂസ് ചെയ്യുന്നത് ആലോവേരയുടെ ജെല്ലാണ്. ഇത് നന്നായിട്ട് ഇവിടെ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് മണ്ണിലേക്ക് വെക്കാം. ചിലർ ജസ്റ്റ് ആ ജെല്ല് അപ്ലൈ ചെയ്യത്തുള്ളൂ. ഞാനാണെങ്കിൽ ആ തണ്ടിങ്ങനെ കട്ട് ചെയ്തിട്ട് അതിലേക്ക് കയറ്റി വെക്കുക ചെയ്യുന്നത് കേട്ടോ. ഇത്രയും ബെസ്റ്റ് ഒരു സംഭവമില്ല. നമ്പർ 1 റൂട്ടിംഗ് ഹോർമോണാണ് കേട്ടോ നമ്മുടെ ആലോവേര. അപ്പോൾ നമുക്കിനി ഇതിങ്ങോട്ട് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ 2 മുട്ട് ഈ മണ്ണിനടിയിലുണ്ട് കേട്ടോ. ഇതിപ്പം റൂട്ടൊക്കെ പിടിച്ച് വരാൻ 1 മാസം എടുക്കും കേട്ടോ. ബസ് റൂട്ടൊക്കെ ഇറങ്ങി വരാൻ, അതുപോലെ പുതിയ ലീഫ്, പുതിയ തണ്ടുകളൊക്കെ വരാൻ ഒരു 2 മാസം അടുത്താവും പുതിയ തണ്ടുകൾ, ലീഫൊക്കെ വന്ന് നന്നായിട്ട് വേരൊക്കെ ആയി വരാൻ. അപ്പോൾ അതുവരെ നമ്മൾ ഈ ബാഗിലാണ് ഇത് കീപ്പ് ചെയ്യുന്നത്.
പിന്നെ മെയിനായിട്ടുള്ള കാര്യം ഇത് തണലത്ത് വേണം നമ്മളിത് കീപ്പ് ചെയ്യാൻ കേട്ടോ. തണലത്ത് വെക്കുക, വെയിൽ വേണ്ട. ദിവസത്തിൽ ഒരു നേരം ചെറുതായിട്ട് നനച്ചു കൊടുത്താൽ മാത്രം മതി. അത്ര മതി. ഇതിന് വേറൊരു കാര്യം ഇതിനു വേണ്ടി നമ്മൾ പ്രത്യേകം ചെയ്യേണ്ട, വേറെ വളങ്ങളൊന്നും ഇതിനകത്ത് ആഡ് ചെയ്യുകയും ചെയ്യേണ്ട. ഇനി ഇത്രയാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ഇനി 2 മാസം കഴിഞ്ഞിട്ട് നമ്മൾ ഈ ബാഗ് ചേഞ്ച് ചെയ്യുമല്ലോ, അത് ചേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം. ഇതിപ്പോൾ നമ്മൾ അങ്ങനെ വെച്ച് കഴിഞ്ഞ് 2.5 മാസം കഴിഞ്ഞ കുറ്റിക്കുരുമുളക് ചെടിയാണ് കേട്ടോ. ഇത്രയും നല്ല സൂപ്പറായിട്ട് വന്നിട്ടുണ്ട്. ഇതിപ്പോൾ 2.5 മാസമായതാണ്. ഇതൊരു വേറൊരു സംഭവമാണ്. ഇത് തിപ്പലിയിൽ ഗ്രാഫ്റ്റ് ചെയ്തേക്കുന്നതാണ് കേട്ടോ നമ്മുടെ കുരുമുളക് ചെടി. അതൊക്കെ നമുക്കിനി വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം. അപ്പം ഒരു 2.5 മാസമൊക്കെ ആകുമ്പോൾ നമ്മളത് വേറൊരു ബാഗിലേക്ക് ചേഞ്ച് ചെയ്യണം കേട്ടോ. കുറച്ചൊരു വലിയ ബാഗിലേക്ക് ചേഞ്ച് ചെയ്യണം. അങ്ങനെ ചെയ്ത് വെച്ചേക്കുന്നത് ഞാൻ കാണിച്ചു തരാം. ഇത് നമ്മുടെ ബാഗ്. ലാസ്റ്റ് നമ്മളിത് ഈ ബാഗിലേക്ക് വരെയാണ് ചേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് 4.5 മാസം കഴിഞ്ഞു നമ്മുടെ ഈ മുളക് ചെടിക്ക്. ഇതിൽ നിൽക്കുന്ന മുളക് കൊണ്ട് ഈ കുറ്റിക്കുരുമുളകിൻ്റെ പ്രത്യേകതയാണ് അതിലുണ്ടാകുന്ന മൊത്തം ഫുള്ള് ഇതിനകത്ത് മണികളുണ്ടാകും കേട്ടോ. ഫുള്ളായിട്ടാണ് വരുന്നത് കേട്ടോ. അപ്പം ഇതിൻ്റെ പ്രത്യേകതയാണ് കേട്ടോ. ഇതുകൊണ്ടാണ് ഇപ്പോൾ എല്ലാവരും ഇത് ചൂസ് ചെയ്യുന്നത്. നമ്മൾ കുറ്റിക്കുരുമുളക് വെക്കുവാണെങ്കിൽ ഇതിപ്പോൾ ഞാൻ അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതിന് വലിയ ചട്ടിയിലോട്ട് മാറ്റുവാണ്. പക്ഷേ ഈ തവണ ഞാൻ ചട്ടിയിലല്ല വെക്കാൻ പോകുന്നത്. നമ്മൾ അതിന് വേണ്ടി ഒരു സ്പെഷ്യൽ ഗ്രോ ബാഗ് റെഡിയാക്കിയിട്ടുണ്ട്. അതിലേക്കാണ് വെക്കാൻ പോകുന്നത്. ഒരു 5-6 ഇയേഴ്സ് വരെ ആ ഗ്രോ ബാഗിൽ നല്ല സ്യൂട്ടായിരിക്കും. അത് ഞാൻ പിന്നെ അടുത്ത നെക്സ്റ്റ് വീഡിയോയിൽ ഞാൻ നിങ്ങളത് പരിചയപ്പെടുത്തി തരാം. അതിനകത്ത് എന്തൊക്കെ എങ്ങനെയാണ് മിക്സ് ചെയ്ത് അത് ഫില്ല് ചെയ്ത് വെക്കുക എന്നുള്ളത്. അപ്പോൾ ഇവിടെ വരെ വന്ന് നിൽക്കുവാണ് നമ്മളുടെ വീഡിയോ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ചട്ടിയിൽ വെച്ച കുറ്റിക്കുരുമുളകായിരുന്നു കേട്ടോ. ചെറിയ ചട്ടിയായിരുന്നു. 1.5 വർഷം പ്രായമായ കുറ്റിക്കുരുമുളകാണ് കേട്ടോ. ഇത് നമ്മൾ അത്യാവശ്യം വിളവൊക്കെ എടുക്കുന്നുണ്ട്. അത് ഇപ്പോഴും ഇതുപോലെ നിൽപ്പുണ്ട്. പിന്നെ ഇതിനുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഒരു മാക്സിമം ഒരു 3 വർഷം വരെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അതിനുശേഷം നമ്മൾ മറ്റൊരു ചട്ടിയിലേക്ക് മാറ്റണം. കാരണം ഇതിന് വേരോട്ടത്തിനനുസരിച്ചാണ് ഇതിൽ കായ്ഫലങ്ങൾ ഉണ്ടാകുന്നത് കേട്ടോ. അതുകൊണ്ട് നമ്മൾ ഈ സ്റ്റേജിൽ നിന്ന് 3rd ഗ്രോ ബാഗിലേക്ക് അല്ലെങ്കിൽ ചട്ടിയിലേക്ക് മാറ്റുമ്പോൾ മാക്സിമം വിസ്താരമുള്ള വലിയ ചട്ടിയിലേക്ക് വേണം നമ്മൾ മാറ്റാൻ. അതുകൊണ്ടാണ് നമ്മൾ ഇത്തിരി വലിയ ഗ്രോ ബാഗ് ഇതിന് വേണ്ടി ചൂസ് ചെയ്തേക്കുന്നത് കേട്ടോ. നമ്മൾ ഈ ബാഗിലേക്ക് മാറ്റിയപ്പോഴും നമ്മുടെ ട്രൈക്കോഡർമ സമ്പുഷ്ട ചാണകപ്പൊടിയുടെ കൂടെ കുറച്ച് ജൈവവളങ്ങളോടൊക്കെ മിക്സ് ചെയ്തിട്ടുണ്ട്. കമ്പോസ്റ്റ് വളങ്ങളൊക്കെ നമുക്കിവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൂടെയൊക്കെ മിക്സ് ചെയ്താണ് നമ്മൾ ഇതിൻ്റെ അകത്ത് വെച്ചിട്ടുള്ളത് കേട്ടോ. ഇനി നമ്മൾ വലിയ ഗ്രോ ബാഗിലേക്ക് മാറ്റുമ്പോൾ കുറച്ചുകൂടെയൊക്കെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അതിപ്പോൾ അടുത്ത വീഡിയോയിൽ ഞാൻ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ ഈ സ്റ്റേജൊക്കെ വരെ ഈ തണലത്താണ് കേട്ടോ സൂക്ഷിച്ചേക്കുന്നത്. ഒരു 75% ഒരു ഷെയ്ഡ് നെറ്റ് ഉണ്ടാവണമെന്ന് പറഞ്ഞത് ഈ കുരുമുളകിന്. ഇത് നമ്മൾ ചട്ടിലെടുത്ത് മാറ്റുമ്പോഴത്തേനും ഒരു 50% സൺലൈറ്റ് കിട്ടുന്ന പോലെ വേണം അത് കീപ്പ് ചെയ്യാൻ വേണ്ടി. മാക്സിമം ഒരു 3 മാസം വരെ നമ്മളെ ഫസ്റ്റ് ബാഗിൽ അത് കീപ്പ് ചെയ്യാവുള്ളൂ. അതിനുശേഷം വിറ്റാൽ നമുക്ക് വേരോട്ടമൊക്കെ നേരെ നടക്കത്തില്ല, അത് നശിച്ചു പോവും. അത് കഴിഞ്ഞ് നമ്മുടെ നെക്സ്റ്റ് ബാഗിലേക്ക് മാറ്റുക. ഇതിലൊരു 5 മന്ത്സ് വരെ ഇരിക്കും. ഇപ്പോൾ 4.5 മന്ത്സ് ആയി നമ്മളത് ചേഞ്ച് ചെയ്യാൻ പോവുകയാണ് അതിനിപ്പോൾ. അപ്പോൾ അതെൻ്റെ നെക്സ്റ്റ് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടാവും. പിന്നെ ഫസ്റ്റ് ടൈം നമ്മുടെ ചാനൽ കാണുന്നവരാണെങ്കിൽ നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കല്ല. നിങ്ങളെല്ലാം സപ്പോർട്ട് ഉണ്ടാകണം നമ്മുടെ ചാനലുമായിട്ട്. നമുക്ക് ഒരുമിച്ച് മുമ്പോട്ട് പോവാം. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും ബൈ.